ഹേയ് ബ്രോ, വെൽക്കം ടു ദ ഹെൽ. ഈ ഭൂമിയിൽ നിന്റെ അവസാനത്തെ രാത്രിയാണിന്ന്. മാജി മാക്സോന് ഐസുനിക. ഓ സോറി, വായിൽ തുണി തിരിക്കാൻ എങ്ങനെ സംസാരിക്കാനാണല്ലേ. അയ്യോ, നാട്ടുകാരെ, ഓടി വരണേ, രക്ഷിക്കണേ, നിന്റെ ഈ ആഗ്രഹം സാധിച്ചു തരാൻ എനിക്ക് കഴിയില്ല. തൽക്കാലം ഞാൻ ആരാണെന്ന് മാത്രം പറയാം. ഞാൻ ഫ്രാങ്കോ ഫ്രാൻസിസ്. നിന്നെ ഞാൻ സ്വർഗത്തിലേക്ക് അയക്കാൻ പോവുകയാണ്. സീനെ ബാഡ്സേൻ അജുജിൽ. വിളിച്ചോ, ഉച്ചത്തിൽ വിളിച്ചോ. ആരും നിന്റെ ശബ്ദം കേൾക്കാൻ പോകുന്നില്ല. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ചത്തതുപോലെ. അതിനു മുമ്പേ ചാവുന്നതല്ലേ നല്ലത്. പേടിക്കണ്ട, ഒരു ഉറുമ്പ് കടിക്കുന്ന വേദനയുണ്ടാവും. എന്റെ തായിക്കോട്ട് കിടക്കടാ. അവനെ പിടിച്ചു മാറ്റ്. പൂർത്തിയാക്കണം. എനിക്ക് എന്റെ ബലി പൂർത്തിയാക്കണം. മോനൊന്നും പറ്റിയില്ലല്ലോ. എന്റെ കയ്യും കാലും കെട്ടിട്ടൊക്കെയായിരുന്നു. ഇല്ലെന്ന് ഞാൻ രണ്ടൊന്നും പൊട്ടിച്ചേനെ. അയ്യോ മോൻ ക്ഷമിക്കണം. മോൻ ആരാണെന്നോ എവിടെ നിന്നാണെന്നോ എനിക്കറിയില്ല. പക്ഷെ ആ നിൽക്കുന്നതേ എന്റെ മോനാ. ഈ കൊറിയൻ സൈക്കോ പടങ്ങളൊക്കെ കണ്ടേ ഇങ്ങനെ ആയിപ്പോയതാ. ഓഹോ, വട്ടാനല്ലേ അവൻ. എന്റെ കൺമുമ്പിൽ കൊണ്ടുപോ, എനിക്ക് അവനെ കാണണ്ട. മക്കളെ, അവനെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോ. അവന്റെ കയ്യിരിക്കുന്നതൊക്കെ പിടിച്ചു വാങ്ങിച്ചങ്ങ് ദൂരേറി. ഈ വട്ടായിട്ടാണ് ഞാൻ തുറന്നിട്ടേക്കുന്ന. ആക്സിഡന്റ് കാണിച്ചില്ലേ? കൊണ്ടുപോകാവുന്നിടത്തെല്ലാം കൊണ്ടുപോയി. ഷോക്കും അടിപ്പിച്ചു. എന്നിട്ടും മാറിയില്ലേ? ഷോക്ക് അടിപ്പിച്ച് ആശുപത്രിയുടെ കറണ്ട് ബില്ല് കൂടിയതല്ലാതെ അവൻ ഒരു കുറവുമില്ല. കണ്ണ് തെറ്റി ഇറങ്ങി പൊക്കളയും. ഇപ്പൊ ഇത് ആദ്യമായിട്ടാ ഒരു മനുഷ്യനെ കൊണ്ടുവരുന്നത്. അല്ല, അവൻ ഇതുവരെ കൊണ്ടുവന്നതേ ആടിനെയും കോഴിയൊക്കെയാണ്. അവൻ കൊണ്ടുവരും, ഞങ്ങൾ കറി വെച്ച് തിന്നും. അല്ല, ഇപ്പൊ കൊണ്ടുവന്നൊരു ഉപയോഗമില്ലാത്ത വസ്തുവായി പോയില്ലേന്ന്. അല്ല, മനുഷ്യനായോണ്ട് പറഞ്ഞതാണേ. അടുത്തളവിന് മുമ്പ് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴി എനിക്കൊന്ന് പറഞ്ഞുതരോ? ഇതിപ്പോ ഏതാ സ്ഥലം? ഇത് എന്റെ ഔട്ട് ഹൗസ് ആണ്. അവനെ കാണാതായപ്പോഴേ എനിക്ക് തോന്നി ഇവിടെ കാണുമെന്ന്. അതുകൊണ്ടാണ് എനിക്ക് മോനെ രക്ഷിക്കാൻ പറ്റിയത്. ഇതേ ഈ വീടിരിക്കുന്നത് 5 ഏക്കറല്ല, ചുറ്റിലും റബ്ബറാ. ഇതൊക്കെ എന്തിനാണ് എന്റെ അടുത്ത് പറയുന്നത്? ഞാൻ ഈ വീടും പറമ്പൊന്നും മേടിക്കാൻ വന്നതല്ല. എനിക്ക് രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു തന്നാ മതി. മോൻ ഇനി എങ്ങോട്ടാ പോണ്ടേ? നെല്ലിക്കുന്ന്. ഇവിടുന്ന് നേരെ പോയാ ചെമ്പകക്കാട്ടിലെത്തും. അവിടെ നിന്ന് അടുത്തതാ നെല്ലിക്കുന്ന്. ചെമ്പകക്കാടാ? ആ കാട്ടിൽ കൂടെ അല്ലാണ്ട് പോകാൻ വേറെ വഴിയല്ലോ ഉണ്ടോ? ഇല്ല, അതല്ലാതെ വേറെ വഴിയില്ല. മോനെ വീട്ടിൽ കൊണ്ടാക്കണോ? വേണ്ട, എന്നെ വീട്ടിൽ കൊണ്ടാക്കണ്ട. അവനെ ഇവിടെ നിന്ന് കൊണ്ടുപോയാൽ മതി. ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം. ജീവൻ തിരിച്ചതിന് നന്ദി. മോനെ, പോലീസിലൊന്നും പരാതിപ്പെടരുത്. നമ്മൾ ഇനിയും കാണേണ്ടവരാ. ചെമ്പകടക്കാരായ അവന്മാരെ വിളിച്ചു വരുത്താം. അയ്യോ, എന്റെ ഫോണ് പോയാ.